ഹലോ ഗൈസ്, അങ്ങനെ സൈഡിൽ കൂടെ വന്ന ചിക്കിന്റെ കടന്നുവരവ് എന്റെ ചിയേഴ്സ് മുക്കിക്കളഞ്ഞെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് റിജോയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കേക്കാണെന്ന് മനസ്സിൽ ധ്യാനിച്ച് പിസ്സ കട്ട് ചെയ്ത് ഡേ 3 ഓഫ് വെയിൽസ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രാവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്രാവശ്യം ഒരു പ്രത്യേക ഗസ്റ്റ് അപ്പിയറൻസും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തൽപരകക്ഷിയല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ട് അബഗവാനി ഇവിടെ നമുക്കിപ്പോൾ ഒരു ബസ് എടുക്കാനുണ്ട്. ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രോപ്പർ പ്ലാനും ഇല്ല, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അതായിരുന്നു ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കാർഡിഫിൽ നിന്ന് ട്രെയിൻ എടുത്തു അബഗവാനിയിൽ വന്നു. അവിടുന്ന് ബസ് എടുത്തിട്ട് വേണം നമുക്ക് ക്രിക്കോവലിൽ പോകാൻ. പിന്നെ ഈ ഒരു ബസ് ജേണി അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടൻ 100-110 പറപ്പിക്കുമായിരുന്നു. ഞാൻ റിജോ നല്ല പേടിച്ചായിരുന്ന സ്ഥലത്തെത്താൻ സാധിക്കുമെന്ന്. പക്ഷെ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്നുള്ള രീതിയിൽ ചേട്ടൻ നമ്മളൊരു തട്ടലും മുട്ടലും ഇല്ലാതെ കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മോർണിംഗ് ആണ് കേട്ടോ ഈ ക്രിക്കോവലിൽ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. ChatGPT ആയിരുന്നു ഈ ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്തത്. അങ്ങനെ പോകുന്ന നോക്കി ഇങ്ങനെ കുറേ ബ്ലാക്ക്ബെറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് അതൊന്നും പറിച്ച് കഴിച്ചില്ല. സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊന്നും അധികം വെള്ളമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് പ്രോപ്പർ പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള നേറ്റീവ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയത്. പക്ഷെ ഈ ഒരു ടൗൺ ഉണ്ടല്ലോ, ഈ ക്രിക്കോവൽ എന്ന് പറഞ്ഞ ടൗൺ, അത് ഭയങ്കര അടിപൊളി ഒരു ടൗൺ ആണ് കേട്ടോ. എനിക്ക് ക്യാമറയിൽ കാണിക്കുമ്പോൾ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ക്ലാസ്മേറ്റ്സിൻ്റെയും മറ്റ് ബുക്കിൻ്റെയൊക്കെ കവർ പേജിൽ കാണത്തില്ല, ഒരു സീനറി പോലെ എവിടെ നോക്കിയാലും അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. ഈ ഒരു കനാലിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വഴി വെച്ച് കണ്ട് ഒരു അപ്പാപ്പനും അമ്മാമ്മയും പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് വഴിയെല്ലാം തെറ്റി ലാസ്റ്റ് ഏതോ ഒരു ഡെഡ് എൻഡിൽ വന്നെത്തി. അപ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്നൊരു കുട്ടി സൈക്കിളുമായിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അതിൻ്റെ പിന്നാലെ ഒരു ഡോഗും. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണും പൊട്ടി നിന്ന് എന്തേലും ചെയ്യുവാണെങ്കിൽ ചെയ്തിട്ട് നോക്കോട്ടെ, എനിക്കത് കാണാനുള്ള ശക്തിയില്ല. ബട്ട് റിജോ പെട്ടെന്ന് വന്ന് അതിനെ ഓടിച്ചു കേട്ടോ. അവർ ഈ കനാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാണാൻ വരുമ്പോൾ ചെറിയൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നപ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് മാറിക്കിട്ടി. നമ്മൾ ഈ വള്ളത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇതൊന്നും അത്ര വാവുമായി തോന്നില്ല. ഇത് മോശമാണെന്നല്ല കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കനാലോ കായലോ ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് അവിടുത്തെ ക്രിക്കോവൽ കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഏർലി 13th സെഞ്ച്വറിയിൽ റോബർട്ട് എന്ന് പറയുന്ന നോമൻ ലോർഡ് ബിൽഡ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നത് പോലെ ഇപ്പം നിലവിലുള്ളത് ആകെ കാണുന്ന ആ 2 ടവർ സ്റ്റോൺസ് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ എവിടെ നോക്കിയാലും ഒരു ചെമ്പരത്തി അല്ലെങ്കിൽ ഒരു റോസാപ്പൂ കാണുന്ന പോലെയാണ്. ഇത് മിക്ക വീട്ടിലും ഒരു ആപ്പിളോ ഒരു പെയറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്ബെറി അങ്ങനെ കുറേ ചെടികളും കാണും കേട്ടോ. ഒരു പ്രോപ്പർ പ്ലാനും ഇല്ലെങ്കിലും ഇന്നത്തെ ഡേ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ ബർത്ത്ഡേ വ്ലോഗ് സെപ്പറേറ്റ് ആണ് കേട്ടോ.